അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടർക്കിഷ് ചിക്കനാണ്. ടർക്കിഷ് ചിക്കൻ ഉണ്ടാക്കേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ അടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു കേരള സ്റ്റൈൽ ടർക്കിഷ് ചിക്കനാണ് ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ ചിക്കനൊക്കെ അരിഞ്ഞുകൊണ്ട് പരിപാടി തുടങ്ങാം അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ചെറിയ പീസായിട്ട് അരിയാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് വേണ്ടുന്ന അരപ്പൊക്കെ സെറ്റാക്കാം. അപ്പോൾ നമുക്കിനി ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് ഇതൊന്ന് അരച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് അരച്ച് വെച്ച അരപ്പ് അതിനകത്തോട്ട് ചേർക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ ശകലം ഉപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ നമുക്ക് 2 സ്പൂൺ യോഗർട്ട് കൂടെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് മിക്സ് ആയെന്ന് തോന്നുന്നു നന്നായിട്ട്. നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം മാരിനേറ്റ് ചെയ്യാനായിട്ട്. കാരണം ഇതൊക്കെ ഒന്ന് പിടിച്ചാലേ സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇതൊരു അരമണിക്കൂറത്തേക്ക് കൂടി ഇരിക്കട്ടെ. അപ്പോൾ സംഭവം മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനകത്തോട്ട്. അപ്പോൾ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ സെറ്റായിട്ടുണ്ട്. അതിനോട്ടൊന്ന് കോരി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു വൈറ്റ് സോസാണ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് നമുക്ക് ശരിയാക്കാം. കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്, ഗാർലിക് പേസ്റ്റ്, 2 സ്പൂൺ കോൺ പൗഡർ, കുറച്ച് പാല്, അപ്പോൾ നമ്മൾ 1.5 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിർ ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനകത്ത് കുറച്ച് ഓർഗാനോ ഇടാം. നമുക്കൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച എണ്ണ കേട്ടോ. അത് ഞാൻ അതിനകത്തോട്ട് ഒഴിക്കുക. ഇനി വേറെ പ്രത്യേകമായിട്ട് വെളിച്ചെണ്ണ എണ്ണ ഒന്നും നമ്മൾ ഒഴിക്കുന്നില്ല ഇതിനകത്ത്. അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ അതിനകത്തോട്ട് മാറ്റാം. നമുക്ക് ആ വൈറ്റ് സോസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കുറച്ച് നേരം ഇതൊന്ന് വേകണം. അപ്പോൾ നമ്മുടെ കേരള സ്റ്റൈൽ ടർക്കിഷ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇവിടെ. ഇനി നമുക്ക് കുറച്ച് ഒറിഗാനോ ഇതിനകത്ത് ചേർക്കാം. ഇനി കുറച്ച് മല്ലി ഇലയും കൂടെ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ടർക്കിഷ് ചിക്കൻ എന്തായാലും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിയിലൂടെ എങ്ങനെ ഉണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ആയിരിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കുന്നത്. അടിപൊളി ആയിരിക്കണം. എന്തായാലും നോക്കാം. സംഭവം കൊള്ളാം കേട്ടോ. ഞാൻ പ്രതീക്ഷയെക്കാളും നന്നായിട്ടുണ്ട്. ഹോട്ടലിലൊന്നും ആ ടേസ്റ്റ് വന്നിട്ടില്ലെങ്കിലും എല്ലാവർക്കും ഒരു വട്ടം വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഈ കേരള സ്റ്റൈൽ ഫുഡ് ഉണ്ടാക്കിയല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പം ഇതൊരു ചെറിയൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എനിക്കിഷ്ടപ്പെട്ട്. അധികം കുഴപ്പമില്ല. ഇനിയിപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇന്ന് കഴിച്ചിട്ട് ഇനി അഭിപ്രായം പറയത്തുള്ളൂ കുറച്ച് കഴിയും ഇനി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ഒരു ലൈക്കും കൂടെ അടിക്കണം. അപ്പോൾ ശരി, ബൈ.